ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സുരാഗ് സാർ. വളരെയധികം സന്തോഷം. കാരണം എൻ്റെ ഗ്രേറ്റ് ലീഡറും മെന്ററുമായ സുരാഗ് സാർ എന്നെ വേദിയിലേക്ക് ക്ഷണിച്ചു. വളരെയധികം സന്തോഷം. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. JRCM എന്നെ സാറ് പരിചയപ്പെടുത്തി. എൻ്റെ പേര് നിഷ രാജേഷ്. ചാലക്കുടി മേലൂരിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോ എൻ്റെ വീട്ടില് ഹസ്ബൻഡും എനിക്ക് 2 മക്കളാണുള്ളത്. അതുപോലെ തന്നെ RCMൽ ഇപ്പൊ സ്റ്റാർ എന്ന പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ RCM എന്ന നന്മ നമ്മുടെ കൈകളിലേക്ക് തന്ന നമ്മുടെ ദൈവതുല്യനായ TC ചാബ്രയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തി. ഞാൻ ഒരു സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. അതായത് സാറ് പറഞ്ഞു, കാരണം മക്കള് സ്കൂളിലൊക്കെ പോണ കാരണം വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത കാരണം വേറെ ജോലിക്കൊന്നും പോകാനായിട്ട് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരു പ്രകൃതം തന്നെയായിരുന്നു. പുറത്തേക്കൊന്നും അധികം പോവാറില്ല. എല്ലാത്തിനും പുറത്തേക്ക് അത്യാവശ്യം പോകുന്നുണ്ടെങ്കിൽ തന്നെ ഹസ്ബൻഡിന്റെ കൂടെ മാത്രമേ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ പോവാറുള്ളൂ. അപ്പൊ വീട്ടിൽ ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരു പ്രകൃതം തന്നെയായിരുന്നു. ഞാൻ RCMല് വന്ന ഈ ബിസിനസ് ഒക്കെ RCM എന്ന പ്രസ്ഥാനത്തിലൂടെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ തന്നെയാണോ ദൈവമേ ഈ ഇത്രയും ഇങ്ങനെ ഒതുങ്ങി കൂടിയിരുന്ന ഒരു വ്യക്തിയാണോ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ഒരു സ്ഥലത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോവാറില്ല. അങ്ങനെ ഒരു വ്യക്തി ഇപ്പൊ എവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ടൊരു ധൈര്യം എനിക്ക് വന്നത് ഈ RCM എന്ന പ്രസ്ഥാനത്തിലൂടെ തന്നെയാണ്. അപ്പൊ വളരെയധികം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ RCM എന്ന പ്രസ്ഥാനത്തിന് നമുക്ക് തന്ന TCGയോട്. ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഈ RCM അല്ലെ. അപ്പോ ഞാൻ RCMലേക്ക് വരാനുണ്ടായ കാരണം ഞാൻ പറയാം. RCM കേൾക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ തവിടെണ്ണയെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു തവിടെണ്ണ നല്ലതാണ്. അവിടെ ഒരു സാറ് വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. തവിടെണ്ണ കഴിച്ചു കഴിഞ്ഞാല് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ കുറയും എന്നൊക്കെ പറഞ്ഞ് അത് തലയിൽ തേക്കാന്നൊക്കെ അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മായി പറഞ്ഞത് കേട്ടതിനനുസരിച്ച് RCM എന്നൊരു പ്രസ്ഥാനത്തിലൂടെയാണ് നമുക്കിത് കിട്ടണേന്നൊന്നും അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തവിടെണ്ണ അങ്ങനെ നല്ലതാന്ന് കേട്ടപ്പോ ഞങ്ങൾ കടയിൽ നിന്ന് പോയി തവിടെണ്ണ വാങ്ങിച്ച് ഉപയോഗിച്ചവരാണ്. കടയിൽ നിന്ന് പോയി തവിടെണ്ണ നമുക്കറിയാം അല്ലെ, അത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത് പെട്ടെന്ന് നിർത്തി. കാരണം മറ്റുള്ളവർ പറഞ്ഞു അത് കുറെ കെമിക്കലൊക്കെ ഇട്ട് വരുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചേട്ടനോട് ആരോ പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾ നിർത്തി. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മായി അതൊന്നും വാങ്ങിച്ച് കഴിക്കരുത്, അതും ഇങ്ങനെ ഇതുപോലെ ഒരുപാട് കെമിക്കലൊക്കെ ഇട്ട് വരണത്, അങ്ങനെ ഒന്നും ഉപയോഗിക്കരുത്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ RCM എന്ന പ്രസ്ഥാനത്തിലൂടെയാണ് RCMനെ കുറിച്ച് ഒന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ചേട്ടന്റെ ഒരു ബന്ധു ഇവിടെ വീട്ടിൽ വന്നപ്പോ പറഞ്ഞത് RCMലൂടെ എന്നൊരു പ്രസ്ഥാനത്തിലൂടെ ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, നല്ല പ്രൊഡക്റ്റുകളാണ്, ചേച്ചി ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്ക്, നമ്മുടെ വീട്ടിലേക്കുള്ള ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അത് നന്ദനൻ ചേട്ടന്റെ കയ്യില് ആ പ്രൊഡക്റ്റുകൾ ഉണ്ട്, അവര് നന്ദനൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങാറെന്ന് പറഞ്ഞു. നന്ദനൻ ചേട്ടൻ ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡറാണ്, നന്ദൻ സാറ്. അപ്പോ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അധികം സംസാരിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞില്ലേ, എന്നോട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മാത്രം ഞാൻ അങ്ങോട്ട് തിരിച്ച് സംസാരിക്കുള്ളൂ, അങ്ങനെ ഒരാളായിരുന്നു. അപ്പൊ പിന്നെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ വർത്താനം പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ അവള് പറഞ്ഞതിന് പ്രകാരം അവള് പറഞ്ഞു എന്നോട് നല്ല പ്രൊഡക്റ്റ് ആണ്, മുളക് പൊടിയൊക്കെ നല്ല ഉൽപ്പന്നങ്ങളാണ്, എല്ലാം നല്ല ഉൽപ്പന്നങ്ങളാണ്, അവർ മനുഷ്യ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതുപോലെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കരുവാപ്പടി എന്നുള്ള സ്ഥലത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വില കുറവിനും കിട്ടും. ചേച്ചി അപ്പൊ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പൊ ചേച്ചിക്ക് അത് വാങ്ങിച്ച് ഉപയോഗിക്കുകയും ചെയ്യാൻ കൊടുക്കുകയും ചെയ്തുകൂടെ എന്ന് വെച്ചു. അപ്പൊ എനിക്ക് കൊടുക്കാനൊന്നല്ല, ഞാൻ വീട്ടിലേക്ക് മാത്രമേ നല്ല ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കല. ഞാൻ അങ്ങനെ കടയിൽ നിന്ന് മുളക് പൊടിയായാലും മല്ലിപ്പൊടിയായാലും കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കറിയാം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എത്രത്തോളം അതിന്റെ ഗുണമില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അങ്ങനെയാണ് നമുക്ക് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വീട്ടിലേക്ക്. എന്നിരുന്നാലും അപ്പോ കരിവാപ്പടിക്ക് വരെ പോകണ്ടേ എന്നൊരു മടി കാരണം, ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലിരിക്കുമ്പോൾ എല്ലാത്തിനും ഒരു മടിയാണ് നമുക്ക് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മടി കാരണം കരിവാപ്പടിക്ക് എന്തെങ്കിലും അവിടേക്ക് പോകുമ്പോ ആ കടയിൽ കയറി നോക്കാം എന്നുള്ള വിചാരത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് ഞാൻ കുടുംബശ്രീയിൽ പോയിരുന്നപ്പോ എൻ്റെ വീടിന്റെ അടുത്തുള്ള രാഹുൽ എന്ന് പറഞ്ഞ ഒരു പയ്യൻ അവിടേക്ക് വന്നത്.
അപ്പൊ അവൻ പറഞ്ഞു, ചേച്ചി കുടുംബശ്രീയിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാണ്ട് ഈ RCMന്റെ പ്രസ്ഥാനത്തിൽ നല്ല ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ട് മറ്റുള്ളവർക്കൊന്ന് ഉപയോഗിച്ച് നോക്കണ്ട്, മറ്റുള്ളവർക്കൊന്ന് കൊടുത്തേ, അതിലൂടെ വരുമാനമൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. രാഹുലും എന്റെ ഗ്രേറ്റ് ലീഡർ തന്നെയാണ്, ഞങ്ങൾ അയൽവക്കക്കാരാണ്. അപ്പൊ രാഹുൽ സാറ് അങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ എനിക്കൊരു കൂടുതലൊരു പ്രതീക്ഷയായി. കാരണം RCM, നീയും ഉണ്ട് RCMല്. അപ്പൊ എനിക്കൊരു വളരെ സന്തോഷമായി. ഞാൻ RCMൽ ഇങ്ങനെ കരിവാപ്പടിക്ക് പോയി ഇങ്ങനെ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ, അപ്പൊ സമാധാനം, എനിക്ക് പ്രൊഡക്റ്റ് കിട്ടാനൊക്കെ എളുപ്പമാണല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അതിൽ ജോയിൻ ചെയ്യാം, ഞാൻ അതില് പോയി ജോയിൻ ചെയ്യാൻ ഇരിക്കായിരുന്നു, എനിക്ക് ഇതിൽ ID വേണം, എനിക്ക് സാധനങ്ങൾ വില കുറവിന് കിട്ടാനായിട്ട് ഒരു ID എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രാഹുൽ സാറിന്റെ അമ്മ തന്നെ, സാറ് അവിടുന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതായത് നമ്മുടെ സോപ്പ്, പേസ്റ്റ്, തവിടെണ്ണ, മുളക് പൊടി, അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ സാറിന്റെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു, സാറും ഇതിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടുണ്ടായിരുന്നില്ല. സാറ് പറഞ്ഞു എന്നോട്, ഇവിടെ ഒരു ഹോം മീറ്റിംഗ് നടക്കുന്നുണ്ട്, അപ്പൊ ഒരു സാറ് വരും, അപ്പൊ സാറ് ഒരു ക്ലാസ് ഉണ്ടാകും, അപ്പൊ അത് കേട്ടതിന് നമുക്ക് അവിടെ വെച്ച് തന്നെ നമുക്ക് ഞാൻ ക്ലാസ്സിൽ മീറ്റിംഗ് എടുക്കാൻ വന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ സുരാഗ് സാർ തന്നെയാണ്. സുരാഗ് സാർ ആദ്യമായിട്ട് അങ്ങനെ, എനിക്ക് ആരോഗ്യ ക്ലാസ് ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സുരാഗ് സാറിന്റെ ക്ലാസ് അവിടെ ഞാൻ കേട്ടു. വളരെ നല്ലൊരു, നമുക്ക് ഒരുപാട് അറിവുകൾ ആ ക്ലാസ്സിൽ നിന്ന് സാറിന് അവിടെ കിട്ടി. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു സാറിനോട്, എനിക്ക് നീ ജോയിൻ ചെയ്യണം, ഞാൻ അതിന്റെ പ്രൂഫ് ഒക്കെ ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. സുരാഗ് സാർ തന്നെയാണ് അങ്ങനെ എനിക്ക് അവിടെ വെച്ച് ID എടുത്തു തന്നത്. അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും ഞാൻ ഓരോ പ്രൊഡക്റ്റുകൾ അപ്പൊ എനിക്ക് ID എടുത്ത് കഴിഞ്ഞപ്പോ സാറ് പരിചയപ്പെടാം. ഞാൻ വൈകുന്നേരം ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കരിവാപ്പടി ഷോപ്പിൽ പോയിട്ടാണ് പർച്ചേസ് ചെയ്തത്. അപ്പൊ നമ്മുടെ അത്യാവശ്യ പ്രൊഡക്റ്റുകൾ മാത്രം വാങ്ങിയുള്ളൂ. സോപ്പ്, പേസ്റ്റ്, ആട്ട, അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ വാങ്ങിയിരുന്നുള്ളൂ. പർച്ചേസ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നു. നേരിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയത്. അപ്പൊ വീട്ടിലേക്ക് പോയപ്പോ അവിടെ ഞാൻ അമ്മോട് പറഞ്ഞു, ഇങ്ങനെ നല്ല ഉൽപ്പന്നങ്ങളാകുമ്പോ അത് ഉപയോഗിച്ച് നോക്കുമ്പോ, ഞങ്ങൾ അത് ഉപയോഗിച്ച് നോക്കി, ആട്ടയൊക്കെ നല്ല ആട്ടയാണെന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ അങ്ങനെ അവിടെ ഞങ്ങൾ വാങ്ങിച്ചതെന്ന് തന്നെ കുറെ സാധനങ്ങൾ അമ്മ അവിടെ എടുത്തു. അമ്മ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ അവിടെ അടുത്ത് വിളിച്ച് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ആൾക്കും കൊടുത്തു. അപ്പൊ ഞങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് അധികം പ്രൊഡക്റ്റുകളില്ല, അവരെന്നെ എടുത്തു. അപ്പൊ ഞങ്ങൾ പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ആദ്യം പിറ്റേ ദിവസം തന്നെ കടയിൽ പോയി തന്നെ പർച്ചേസ് ചെയ്തു. അപ്പൊ അങ്ങനെ ആൾക്കാർ എടുക്കുന്നത് കണ്ടപ്പോ ചേട്ടനന്ന് മേൽമേലെ വണ്ടി ഓടിക്കായിരുന്നു. അപ്പൊ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ പോണതല്ല, അപ്പൊ ആ വണ്ടിയിലിട്ട് ഈ പേസ്റ്റ് ഇതൊക്കെ കൊടുത്തു നോക്കുക, അവർക്കൊന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാലോ, അവരൊന്ന് എടുക്കൂന്ന് അറിയാലോ, നമുക്ക് നല്ലതാന്ന് പറഞ്ഞു കൊടുത്തതിന് അവർ എടുക്കൂന്ന് അറിയാലോ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തയച്ചു. അപ്പൊ ആള് കൊണ്ടുപോകാനും തയ്യാറായി. ആളത് കൊണ്ടുപോയി അവിടെ വന്നപ്പോ പിന്നെ എല്ലാം കഴിഞ്ഞിരുന്നു, പേസ്റ്റും കൊണ്ടുപോയ സോപ്പും സാധനങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പൊ അവരൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. ഞാനിതൊക്കെ വെറുതെ നമ്മുടെ വീട്ടിലേക്ക് മാത്രം വാങ്ങാന്ന് വിചാരിച്ച് ഞാൻ വന്നിരുന്നതാണ്. പക്ഷെ ഇതിൽ കൂടെ മറ്റുള്ളവരും ഈ പ്രൊഡക്റ്റ് എടുക്കുന്നത് കണ്ടപ്പോ നമുക്കൊരു താല്പര്യം കൂടി. അപ്പൊ ഞാന് പിന്നീടും കുറച്ചിങ്ങനെ പർച്ചേസ് ചെയ്തു. പിന്നെ ഇതിൽ ന്യൂട്രിയൻ സപ്ലിമെന്റ് ഒന്നും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ നിത്യോപയോഗ പ്രൊഡക്റ്റുകൾ മാത്രം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഇതിനെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ബിസിനസ്, ഇതിന്റെ ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്, ഇതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അറിയാനും ശ്രമിച്ചില്ല. അപ്പോ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ നമ്മൾ പർച്ചേസ് പോലെ ഇങ്ങനെ കൂടിയോണ്ട് വന്നപ്പോ രാഹുൽ സാർ ഇടയ്ക്ക് വന്ന് പറയും, ഇങ്ങനെ ചേച്ചി 5000 ആവാറായിട്ടുണ്ട്, കുറച്ചും കൂടി ചെയ്യുക, അപ്പൊ നമുക്ക് ബിഗിനർ എന്ന പൊസിഷനിൽ എത്താം. അങ്ങനെ അപ്പോഴാണ് നമ്മൾ പ്ലാൻ ബുക്കും എടുത്ത് നോക്കണതും ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനും അറിയാനും ഒക്കെ ആയിട്ട് ശ്രമിക്കുന്നതും. പിന്നീട് ന്യൂട്രീഷൻ സപ്ലിമെന്റ് വാങ്ങാനുണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ മക്കൾക്ക് എന്നും മോനുണ്ടാവും, പ്രത്യേകിച്ച് മോന് എന്നും അസുഖം തന്നെയായിരുന്നു. അപ്പൊ അവന് എന്നും ഈ അസുഖമാകുമ്പോ ഡോക്ടർ പറഞ്ഞു പുറമേലത്തെ വെച്ചാൽ അലർജി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കഫക്കെട്ട്, എന്നും വയറിന് ഇൻഫെക്ഷൻ ആയിരിക്കും അവന്. ഒരു സാധനം പുറമേന്നൊന്നും കഴിക്കാൻ പാടില്ല. അങ്ങനെയുള്ള അവസ്ഥയില് ചാലക്കുടിലൊരു സ്ഥിരം ഒരു ഡോക്ടറാണ് അവനെ കാട്ടിയിരുന്നത്, ഷാജി തെച്ചി എന്ന് പറഞ്ഞ ഡോക്ടറാണ് അവന് കാട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത് കൊടുത്ത് ഡോക്ടർ പറഞ്ഞിട്ട് ഒരു സാധനം പുറമേന്ന് ഒന്നും കൊടുക്കരുത് വേണ്ട. അതുകൊണ്ട് എനിക്ക് ടിൻ ഫുഡ് കൊടുക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. അപ്പോ ടിൻ ഫുഡ് നമ്മുടെ കിഡ്സ് രാഹുൽ സാർ പറഞ്ഞത് കുട്ടികൾക്കുള്ള ഒരു പോഷകാഹാരം എന്ന് പറഞ്ഞപ്പോ ഞാനത് വാങ്ങി കൊടുക്കാതെ മടിച്ചു. കാരണം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നും വാങ്ങി പുറമേന്ന് അങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പൊ പറഞ്ഞു, യൂട്യൂബില് ഡോക്ടർ രാജൻ സാറിന്റെ ഒരു ക്ലാസ് ഉണ്ട് ചേച്ചി, അത് കണ്ടു നോക്ക്, എന്നിട്ട് കൊടുക്കുന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് രാജൻ സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴാണ് കിഡ്സിനെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാനായിട്ട് സാധിച്ചതും.
അപ്പൊ നമുക്ക് മറ്റുള്ള പ്രൊഡക്റ്റിനോട് നല്ല വിശ്വാസമുണ്ട്, നല്ല പ്രൊഡക്റ്റ് ആണെന്നറിയാം. അപ്പൊ നമുക്ക് കൊടുത്തു നോക്കാന്ന് തീരുമാനിച്ച് ഞാൻ ഈ ന്യൂട്രി ചാർജ് കിഡ്സ് വാങ്ങി എന്റെ മോന് കൊടുത്തു. എന്റെ മോന് കൊടുത്തെന്ന് വെച്ചാൽ അവന് ഭയങ്കര സൗണ്ടോടുള്ള ചുമയായിരുന്നു. ചുമ മാറില്ല, വിട്ടു മാറില്ല അവന്റെ. അപ്പൊ മറ്റുള്ളവർ പറയാണ്ടായിരുന്നു കൊച്ചിന് നല്ല ഡോക്ടറെ ഏതെങ്കിലും കൊണ്ട് കാണിക്കും, ഇതുപോലെ എന്തിരി ചുമയ കൊച്ചിന്. ആ ചുമ കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പ്രയാസമാണ്, ഭയങ്കര സൗണ്ടോടുള്ള ചുമയാണ്. അപ്പൊ കിഡ്സ് കൊടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ബോട്ടിൽ കഴിഞ്ഞ് തീർന്നപ്പോഴേക്കും അവന്റെ ആ നിത്യമുള്ള ചുമ അവന് മാറി കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പൊ അങ്ങനെ ഞാൻ തുടർന്ന് അവന് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അവന് ഇൻഫെക്ഷൻ ഒക്കെ വരാറുണ്ടായിരുന്നു, അവന് ഫിറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളതാണ് ചെറുതിലെ. അപ്പൊ ഭയങ്കര പേടിയാണ് നമുക്ക് എപ്പോഴും. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ നമുക്കൊരു വിശ്വാസമായപ്പോഴാണ് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകേണ്ട ആവശ്യം വരാറില്ല. പനിയൊക്കെ വരുമ്പോൾ ലീഡേഴ്സിന്റെ ക്ലാസ് കേട്ടതിലൂടെ അങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ നമ്മുടെ ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളൊക്കെ നമുക്ക് മനസ്സിലായപ്പോ അവന് കിട്ടിയ റിസൾട്ട് ഒക്കെ നല്ല റിസൾട്ട് ഒക്കെ കിട്ടിയപ്പോ നമുക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പൊ നമുക്കത് സ്ഥിരമായിട്ട് നമ്മൾ ന്യൂട്രി സപ്ലിമെന്റ് വാങ്ങാൻ തുടങ്ങി നമ്മള്. അങ്ങനെ പിന്നെ എനിക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ന്യൂട്രിചാർജ് പോകുമ്പോഴും ഞാൻ അപ്പോൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ ക്ലാസ്സുകൾ കേൾക്കാറില്ല. ഒരു പ്രോഗ്രാമിൽ രാഹുൽ സാറിനോട് ഞാൻ ചേർന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഒരു മീറ്റിങ്ങിന് വിളിക്കരുത്, ഞാൻ വരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ സാർ അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് തന്നെ പക്ഷെ തൊട്ടടുത്ത് നമ്മുടെ ചാലക്കുടിയിൽ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ രാഹുൽ സാർ എന്നോട് പറഞ്ഞു, ചേച്ചി ഇവിടെ തൊട്ടടുത്താണ്, ചേച്ചി ഒന്ന് വന്ന് നോക്കുന്ന് പറഞ്ഞു. ഉച്ചവരെ ഇരുന്നാലും മതി, ഒന്ന് കേട്ട് നോക്കുന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ യൂട്യൂബിൽ രാഹുൽ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരോഗ്യ ക്ലാസ് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഉച്ചവരെയല്ലേ ഉള്ളൂ എന്ന് വെച്ച് ഞാൻ പോവാന്ന് തീരുമാനിച്ചു. അപ്പോഴും എനിക്കൊരു പേടി, എന്റെ കൂടെ വരാനായിട്ട് ഒരു ലേഡീസ് ആരെങ്കിലും ഇല്ലല്ലോ, തന്നെ എങ്ങനെയാ അവിടെ പോയി ഇരിക്കണം, എനിക്ക് ആരും ഒരു പരിചയവും ഇല്ല, എങ്ങനെ ഞാൻ പോവോ? രാഹുൽ സാറിനോട് ചെല്ലാന്ന് പറഞ്ഞതല്ലേ എന്നൊരു ഇതിൽ ഞാൻ പോയി. അവിടെ ചെന്നപ്പോ ചാലക്കുടി SNDP ഹാളിലായിരുന്നു അന്ന് ആ പ്രോഗ്രാം നടന്നത്. അവിടെ ചെന്നപ്പോ രാഹുൽ സാറ്, ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോ ഞാൻ അപ്പൊ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക്. കാരണം അവിടെ ചെന്നപ്പോ ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടും ടൈയും ഒക്കെ ഇട്ട ഒരുപാട് ലീഡേഴ്സിനെയാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പൊ എനിക്ക് വളരെ പേടി തോന്നി. കാരണം എന്ത് ചെയ്യുമ്പോൾ ഞാനൊരു സാധാരണക്കാരി, ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിലേക്ക് എനിക്ക് ചെയ്യാനായിട്ടൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ ഇതിലേക്ക് വന്ന് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ വിചാരിച്ച് എനിക്ക് ഇപ്പൊ പോയാലോ എന്ന് ഞാൻ തോന്നിയതാണ്. അപ്പൊ രാഹുൽ സാർ എന്നെ കണ്ട്, രാഹുൽ സാർ എന്നെ വിളിച്ച് അകത്തേക്ക് കയറ്റി, ഉച്ചവരെയെങ്കിലും ഇരുന്നിട്ട് പോന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രോഗ്രാമിൽ ചെന്ന് നമ്മുടെ ഗ്രേറ്റ് ലീഡർ സുമാ മാഡത്തിനെ പരിചയപ്പെടുത്തി തന്നു. സുരാജ് സാറിന്റെ അമ്മയാണ് സുമാ മാഡത്തിനെ പരിചയപ്പെടുത്തി. സുമാ മാഡം ഓരോ ലീഡേഴ്സിനെയും എനിക്ക് പറഞ്ഞു തന്നു, നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് അന്ന് പരിചയപ്പെടുത്തി തന്നു. അപ്പൊ ഞാൻ ആ പ്രോഗ്രാമിൽ എങ്ങനെയോ അവിടെ ഞാൻ കുറച്ചു നേരം ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ മാഡം അതേപോലെ തന്നെ എനിക്ക് അവിടെ നമ്മുടെ റിഫ്രഷ്നറൊക്കെ വാങ്ങിച്ചു തന്ന, റിഫ്രഷ്നറൊക്കെ അന്ന് എനിക്ക് ഞാൻ എല്ലാവരും കഴിക്കുന്നുണ്ടപ്പോ ഞാൻ വാങ്ങിച്ചു കഴിച്ചു എന്നുള്ളൂ. പക്ഷെ എനിക്ക് അത് കഴിച്ചപ്പോ എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ ഗുണം പിന്നീടാണ് അതിന് മനസ്സിലായത്. വീട്ടിൽ ചെന്നപ്പോഴും നമുക്ക് ആ ക്ഷീണം നമുക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് റിഫ്രഷ്നർ ഒന്നും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒട്ടും താല്പര്യം ഇല്ലാണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് റിഫ്രഷ്നർ ഇല്ലാണ്ടേ നമുക്ക് പറ്റില്ല അല്ലെ. അതേപോലെ പ്രോഗ്രാം ഞാൻ ഉച്ചവരെ പങ്കെടുത്തു, വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഓരോ പൊസിഷനുകൾ, ബിഗിനർ, സ്റ്റാർട്ടർ എന്നിങ്ങനെ പൊസിഷനുകളൊക്കെ കയറാനായിട്ട് തുടങ്ങി. അത് നമുക്കൊന്നും അറിയില്ല, എത്ര ബിസിനസ് വോളിയം വേണമെന്നൊന്നും നമുക്ക് അറിയുന്നില്ല. രാഹുൽ സാർ പറയും, ചേച്ചി ഇത്ര പോരായിട്ടുണ്ടെന്ന് പറയുമ്പോ അപ്പൊ നമ്മൾ അത് കുറച്ചും കൂടി ഉണ്ടാവുള്ളൂ, നമ്മളത് ചെയ്യും. അപ്പൊ ബിഗിനർ ആവും, സ്റ്റാർട്ടർ ആവും. പിന്നെ ഓരോ പ്രോഗ്രാം നമ്മൾ അച്ചീവ്മെന്റ്, കൊമ്പടിയിൽ അച്ചീവ്മെന്റ് നടക്കാറുണ്ട്. അപ്പൊ അച്ചീവ്മെന്റ് പ്രോഗ്രാമിലേക്കൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പോവാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു ഫോട്ടോസ് കാണാറുണ്ട്, ആ അച്ചീവ്മെന്റ് പ്രോഗ്രാമിൽ പോയി അവിടെ സംസാരിക്കുന്നതും മൈക്ക് പിടിച്ച് സംസാരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് വളരെ പേടിയായിരുന്നു. കാരണം ദൈവം, ഞാൻ പോയാലും എനിക്കും സംസാരിക്കണ്ടേ, മറ്റുള്ളവരോട് മൈക്ക് പിടിച്ച് ഇതേവരെ സംസാരിച്ചിട്ടില്ല, മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് എങ്ങനെ സംസാരിക്കോ, അത് ഓർത്തിട്ട് ഞാൻ പോയിരുന്നില്ല. ലീഡേഴ്സ് വിളിക്കുമ്പോൾ ഞാൻ ഓരോ നുണ പറഞ്ഞ് ഞാൻ വീട്ടിലിരിക്കും. അപ്പോ ഞാൻ പോവാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ ഓരോ പ്രോഗ്രാമിന് എനിക്ക് പോവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോഗ്രാമുകൾ അധികം തുടക്കത്തിലൊന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ യൂട്യൂബിലൂടെ ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ ഇങ്ങനെ ഡോക്ടർ രാജൻ സാറിന്റെ ആയാലും അങ്ങനെ കേട്ടു, അങ്ങനെ പോന്നു. സ്റ്റാർട്ടർ വരെ എത്തി. അങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ ബിസിനസ് നമുക്ക് കുറേശ്ശെ അന്ന് ഞാൻ സെയിലിന് ഞാൻ പോവാറുണ്ടായിരുന്നില്ല കേട്ടോ. സെയിലിന് ഞാൻ ഒട്ടും പോയിരുന്നില്ല. ചേട്ടൻ ഇങ്ങനെ പോകുമ്പോ വണ്ടിയിൽ കൊണ്ടുപോകും, അങ്ങനെ കൊടുക്കുന്ന സാധനങ്ങളാണ്, അല്ലാണ്ട് ഞാൻ സെയിലിനെ പോയിട്ടില്ല. നമ്മുടെ വീട്ടുകാരോട്, നമ്മുടെ ബന്ധുക്കളോടൊക്കെ നമ്മൾ പറഞ്ഞ് ഞാൻ ജോയിനിങ്ങും ഒരാളെ പോലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓരോരുത്തരോട് പറഞ്ഞ് കൊടുക്കും, നമ്മൾ കൊടുക്കുന്നല്ലാണ്ട് ഇതേവരെ ഒരു ജോയിനിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ഇതിലേക്ക് മുന്നോട്ട് പോവാനായിട്ട് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ RCM ഇത്തിരി പിൻവലിഞ്ഞ് ഞാൻ നിന്നു. കാരണം കുറച്ച് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ കാരണം ഇത്തിരി പിൻവലിഞ്ഞ് നിന്നപ്പോ അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ലീഡേഴ്സ് നമ്മളെപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഗ്രേറ്റ് ലീഡർ സുരാഗ് സാർ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിഷ മേഡം നന്ദൻ സാറിന്റെ വീട്ടിൽ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്, നിഷ മേഡം എങ്ങനെയാലും വരണം, ഫാമിലി ആയിട്ട് വരണം എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞതല്ലേ, എങ്ങനെയാണ് നമ്മള് കേൾക്കാതിരിക്കുക എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും മക്കളുമായിട്ട് ഞങ്ങൾ വൈകുന്നേരമായിരുന്നു പ്രോഗ്രാം. നന്ദൻ സാറിന്റെ വീട്ടിൽ പോയി പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അവിടെ പ്രോഗ്രാമിന് വന്നത് മറ്റാരുമല്ല, ഗ്രേറ്റ് ലീഡർ ഷൈനി മേഡം അഞ്ജുദിൻ സാറാണ്. അപ്പോ ഷൈനി മേഡം അഞ്ജുദിൻ സാറിന്റെ ക്ലാസ് ഞാൻ ഇതേവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സാധാരണക്കാരൻ ഉയർന്നു വന്ന വ്യക്തികളാണെന്ന് മനസ്സിലാക്കി ഓരോ ക്ലാസ്സുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ ക്ലാസ് ഇതേവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സാറിന്റെ വീട്ടിൽ പോയി ആ ക്ലാസ് അവരുടെ ആ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ അവിടെ പങ്കുവെക്കുണ്ടായി മേഡം സാറും. അവര് കടന്നു വരുന്ന വഴികളിലൂടെയൊക്കെ ഉള്ള അവരുടെ പ്രതിസന്ധികളും അവരനുഭവിച്ച പ്രയാസങ്ങളും ഒക്കെ അവിടെ മേഡം പറഞ്ഞപ്പോൾ അപ്പോ എനിക്കൊരു ധൈര്യം എനിക്ക് ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടി. കാരണം മേഡം ഒരു സാധാരണ വ്യക്തിയാണ്, മേഡത്തിന് ഇത് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞൂടാ? എനിക്ക് എന്താ പറയാ, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും പല കഴിവുകളുണ്ട് അല്ലെ. അതെല്ലാം നമ്മുടെ എന്താ പറയാ വീട്ടില് ഒതുങ്ങിക്കൂടി അത് നമ്മള് ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് അല്ലെ. ശരിക്കും തളച്ചിട്ടിരിക്കുക. നമ്മുടെ ഓരോ കഴിവുകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞ നമുക്ക് RCM എന്ന പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് അല്ലെ. അപ്പൊ എനിക്കും പണ്ടൊക്കെ എന്റെ ആങ്ങളെ പറയാറുണ്ടായിരുന്നു, എന്തെങ്കിലും വീട്ടിലേക്ക് കുട്ടികളുള്ള കാരണം വേറെ പുറമെ പോയി ജോലി ചെയ്യാനായിട്ട് പറ്റില്ല, വീട്ടിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോ എനിക്കത് ചെയ്യാനായിട്ട് പേടിയായിരുന്നു. കാരണം ഒന്നും ചെയ്യാനായിട്ട് എനിക്കൊരു പേടി. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കോ, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും ചെയ്യണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ എന്നെ കുറിച്ച് തന്നെ ഞാൻ അത് ആലോചിക്കാറുണ്ടായിരുന്നു. ദൈവം, എനിക്കൊരു കഴിവും എനിക്ക് ദൈവം തന്നില്ലല്ലോ. മറ്റുള്ളവർക്കൊക്കെ എന്തൊക്കെയാണ് അവര് ഒരുപാട് കഴിവുകൾ മറ്റുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, എനിക്ക് മാത്രം ഒരു കഴിവില്ലല്ലോ, എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഇങ്ങനെ തന്നത് എന്ന് വെച്ച് ഒരുപാട് ഞാൻ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കഴിവില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാരണം. അപ്പോ ഈ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് അറിവുകളും അതേപോലെ തന്നെ കഴിവുകളും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പുറത്തെടുക്കാനുള്ള ഒരു വേദി തന്നെയാണ് നമുക്ക് RCM നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ, ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനായിട്ട്, 2 വാക്ക് സംസാരിക്കാനായിട്ട് ഇപ്പൊ എനിക്ക് സാധിക്കുന്നത് ഈ RCM ഇതിൽ വന്നതുകൊണ്ട് തന്നെയാണ്. വന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സംസാരിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ഇപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ വീട്ടിൽ ഒതുങ്ങി കൂടിയിരുന്ന ഒരു പ്രകൃതി തന്നെയായിരുന്നു. ഇപ്പൊ മറ്റുള്ളവരടുത്തേക്ക് ചെല്ലുമ്പോൾ അവര് പറയും, നിഷ ഭയങ്കര വ്യത്യാസമായിട്ടുണ്ട്, നിഷ സംസാരിക്കാനായിട്ട് പഠിച്ചു എന്ന് പറയും. RCM വന്നാൽ സംസാരിക്കാനായിട്ട് പഠിച്ചു എന്ന് പറയും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞ RCM എന്ന പ്രസ്ഥാനത്തിലൂടെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെ ഓരോ ട്രെയിനിങ്ങുകൾ, നമുക്ക് ഓരോ എന്താ പറയാ, നമുക്ക് ഓരോ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യും. എനിക്ക് ആദ്യമൊക്കെ ട്രെയിനിങ്ങുകൾക്ക് വിളിക്കുമ്പോൾ എനിക്ക് പോവാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. എന്തിനാണ് നമ്മൾ കേട്ടത് തന്നെയല്ലേ കേൾക്കണേന്ന് വെച്ച് ഓരോ ട്രെയിനിങ്ങിന് പോവാനായിട്ട് എനിക്ക് വളരെയധികം മടിയായിരുന്നു. പക്ഷെ നമ്മുടെ ലീഡേഴ്സ് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? നമ്മുടെ കഴിവ് കൂട്ടാനല്ലേ, നമുക്ക് അറിവ് നേടാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ കഴിവ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ പറയുന്നത് അല്ലെ. നമുക്ക് അറിവ് മാത്രം ഉണ്ടായാൽ മതിയാ, അറിവ് മാത്രം പോരാ, കഴിവും കൂടണം അല്ലെ. കഴിവ് കൂടണമെങ്കിൽ എന്താ, നമുക്ക് പ്രോഗ്രാമുകൾ, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം അല്ലെ. നമുക്ക് എന്താ പറയാ, നമ്മൾ ഒരു കൂടെ വന്ന വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്താ, നമ്മൾ ട്രെയിനിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്താലേ നമുക്ക് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ആ ട്രെയിനിങ്ങുകൾ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ട്രെയിനിങ്ങിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക്, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു വ്യക്തിക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, ഇതേപോലെ തന്നെ മൈക്ക് പിടിച്ച് സംസാരിക്കാനും, നമുക്ക് ഓരോ സിസ്റ്റം ആയാലും പ്രൊഡക്റ്റിനെ കുറിച്ചായാലും എന്തിനെ കുറിച്ചായാലും നമുക്ക് പഠിക്കുന്നത് നമുക്ക് ട്രെയിനിങ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ട്രെയിനിങ്ങുകൾ വളരെയധികം പ്രാധാന്യം കൊടുക്കണം എല്ലാവരും. നമുക്ക് ഒരുപാട് ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. സൂമിലൂടെ ആയാലും ഫിസിക്കലി ആയാലും നമുക്ക് ഒരുപാട് ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പങ്കെടുക്കാനായിട്ട് എല്ലാവരും തയ്യാറാവണം. എന്നാൽ മാത്രമേ നമുക്ക് RCM വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ.
അതേപോലെ തന്നെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോ അർജുൻ സാർ, ഗ്രേറ്റ് ലീഡർ അർജുൻ സാറും സുരാഗ് സാറും കൂടി ഫിനിക്സ് എന്നൊരു ട്രെയിനിങ് നമുക്ക് തരുന്നുണ്ട്. തൃശ്ശൂരും കൊടുങ്ങല്ലൂരും ആലുവയിലായിട്ടും സ്ഥലങ്ങളിലായിട്ട് നടത്തുന്നുണ്ട്. അതിൽ ഞാൻ തൃശ്ശൂര് നടത്തുന്ന പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അത് വളരെയധികം മാറ്റാണ് നമുക്ക് ആ ഫിനിക്സ് എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് പങ്കെടുക്കുക നമുക്ക് ഉണ്ടായിട്ടിരിക്കുന്നത്. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ട്രെയിനിങ് എനിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയായിരിക്കും, എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. കാരണം നമ്മ പോണ ആ ഘട്ടങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധികളിലൊക്കെ അതിലൂടെയൊക്കെയാണ് ലീഡേഴ്സ് നമുക്ക് ആ ക്ലാസ്സുകൾ നമുക്ക് തരുന്നത്. അതിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമുക്ക് ആ ക്ലാസ്സുകൾ നമുക്ക് ഇടുന്നത്. അപ്പോ എന്താണോ നമുക്കിപ്പോ നേരിടുന്ന പ്രശ്നം അതിനെ കുറിച്ച് നമുക്ക് ഓരോ ക്ലാസ്സുകൾ നമുക്ക് ലീഡേഴ്സ് നമുക്ക് അവിടെ തരും. അതുപോലെ തന്നെ ഒരുപാട് ട്രെയിനുകൾ നമുക്ക് മറ്റുള്ള ട്രെയിനുകൾ ലീഡേഴ്സ് രാജൻ സാറായാലും ഗിരീഷ് സാറായാലും ഒരുപാട് ട്രെയിനുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെയാണ് ഫിനിക്സ് എന്ന് പറയുന്നത്. അല്ലെ, നമുക്കൊരു ധൈര്യം, മടി, പേടി. മുത്ത് സാർ എപ്പോഴും പറയുന്നതാണ് അല്ലെ, RCM വിജയിക്കാൻ 2D മാറ്റിവെക്കുന്ന മടി, പേടി. ആ മടിയും പേടിയും മാറ്റി വെക്കാനായിട്ട് നമ്മൾ തയ്യാറായാല് നമുക്ക് RCM വിജയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ട്രെയിനിങ്ങിൽ വരുമ്പോ നമുക്ക് ആ പേടി എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ മാറ്റാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് ഓരോ വേദികളും നമുക്ക് ഇതുപോലെ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അല്ലെ, തുടക്കത്തിലൊക്കെ നമുക്ക് പേടി ഉണ്ടാവും. പേടി ഉണ്ടാവുന്ന വെച്ചാൽ എന്താ, നമുക്ക് ഒരു സൈക്കിൾ ഔട്ടുമ്പോ സൈക്കിൾ തുടക്കുന്ന ആദ്യം തന്നെ ചവിട്ടുമ്പോ നമ്മൾ മറിഞ്ഞു വീഴും അല്ലെ. അപ്പൊ അങ്ങനെ വീണ് വീണാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ തുടക്കത്തിലൊക്കെ നമ്മൾ വരുമ്പോ തെറ്റും അല്ലെ. അപ്പൊ ആ തെറ്റിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ അതിൽ നിന്നൊക്കെ പഠിച്ച് തെറ്റിയാണ് നമ്മൾ പഠിക്കുക. അപ്പൊ അങ്ങനെ പഠിച്ച് വളരാനുള്ള ഒരു വേദി തന്നെയാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം. പിന്നെ ഒരു എന്താ പറയുക, നമ്മുടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്ത അല്ലെ. എനിക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ. നമ്മൾ എന്ത് പറയുമോ, തെറ്റോ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അവർക്ക് എന്ത് തോന്നും എന്നുള്ളൊരു ചിന്താഗതി തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ല. അവരെന്ത് വേണമെന്ന് വിചാരിച്ചോട്ടെ അല്ലെ. ഇപ്പൊ എനിക്കിപ്പോ ഫാമിലിയിലാണെങ്കിൽ ഇപ്പോ ബിസിനസ് ചെയ്യാനായിട്ട് നല്ല സപ്പോർട്ട് തന്നെയാണ്. ആള് എന്റെ കൂടെ ഇറങ്ങുന്നില്ലെങ്കിലും നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇപ്പൊ ഓരോ പ്രോഗ്രാമിൽ ഇപ്പൊ നമ്മളിപ്പോ ലേഡീസ് അകലേക്കൊക്കെ പോയി വരുമ്പോ പല വീടുകളിലും എനിക്ക് നല്ല സപ്പോർട്ടാണ്. എത്ര നേരം വൈകിയാലും ഇത് ലീഡേഴ്സിന്റെ കൂടെ പോയാലും എനിക്ക് വേറൊരു പ്രശ്നമില്ല. കാരണം ആൾക്കറിയാം, ഇതിലും മീറ്റിങ്ങുകൾക്കൊക്കെ വന്നിട്ടുണ്ട് ആദ്യം. അതുപോലെ തന്നെ കമ്പനി, സാർ പറഞ്ഞ പോലെ കമ്പനി വിസിറ്റ് ചെയ്ത് ഇതില് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ആളുടെ എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. പിന്നെ മറ്റുള്ളവർ പറയുന്നത് ഞാൻ എന്തിനാ കേൾക്കുന്നത്, മറ്റുള്ളവർ പറയുന്നത് ഞാൻ എന്തിനാ ചെവി കൊള്ളുന്നത്, എന്തിനാ അല്ലെ. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ല. അവര് പ്രൊഡക്റ്റ് വാങ്ങിച്ചു ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരിതിനെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവർക്ക് എന്നും അവരെന്ന് പറയാ, എന്റെ അമ്മ എന്നും പറയുന്നത് എന്നും മീറ്റിങ്ങുകളാണ്. എന്നും ഈ മീറ്റിങ്ങുകൾക്ക് പോയിട്ടൊക്കെ എന്നിട്ട് കിട്ടണേ, എന്തിനീ മീറ്റിങ്ങിന് എന്നും പോണേന്ന് പറഞ്ഞ അമ്മ പറയാറുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ലേ മീറ്റിംഗ്, നമ്മുടെ ഈ മീറ്റിങ്ങിൽ RCM എന്ന ഈ പ്രസ്ഥാനത്തിൽ നടക്കുന്ന ആ സന്തോഷം നമുക്ക് എവിടെ നിന്ന് കിട്ടും അല്ലെ. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ആ മീറ്റിംഗ് ഹാളിൽ പോയിരുന്ന് നമ്മുടെ അസോസിയേറ്റ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ലീഡേഴ്സിനെയും എല്ലാവരെയും നമ്മൾ കണ്ട് ഒരു കുടുംബം പോലെ നമ്മൾ എന്താ പറയാ, ആ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് വരുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാവുന്ന. നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് അവിടുന്ന് ആ ഹാളിൽ തന്നെ വെച്ചെന്നെ തീരൂല്ലേ. അപ്പൊ നല്ലൊരു സന്തോഷമാണ്. അപ്പൊ മറ്റുള്ളവർക്ക് അറിയില്ല നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ നന്മ. അവര് പ്രോഗ്രാമുകളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യമൊക്കെ പറയാറുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയില്ല. അപ്പോ അവരെന്തെങ്കിലും നമ്മുടെ കൂടെ വരും എന്നൊരു ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ മുന്നേറുന്നത് അല്ലെ. കളിയാക്കൽ ഉണ്ടാവും, അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യേണ്ടി വരും നമുക്ക് RCM വന്നു കഴിഞ്ഞാൽ അല്ലെ. പ്രതിസന്ധികൾ ഒരുപാട് ഉണ്ടാവും. ആ പ്രതിസന്ധികളൊന്നും നമ്മൾ തളരാതെ നിൽക്കണം അല്ലെ. പ്രതിസന്ധികൾ ഉണ്ടാവുമെന്താ, നമുക്ക് കൂടുതൽ നമ്മൾ വിജയത്തിന്റെ ഒരു മുന്നോടിയാണ് നമുക്ക് ഉണ്ടാവുന്ന പ്രതിസന്ധികൾ. നമ്മൾ വിജയിക്കാൻ പോകുന്നതിന്റെ നമുക്ക് അല്ലെ, ഒരു ലീഡേഴ്സ് പറയാറുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ നമ്മളിവിടെ വരെ എത്തിയിരിക്കുന്നത് അല്ലെ. ഒരു പ്രതിസന്ധി ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിജയിച്ചു വരുമ്പോ വല്ല സന്തോഷം ഉണ്ടാവുമോ? ഒരു സന്തോഷം ഉണ്ടാവില്ല അല്ലെ. ആ പ്രതിസന്ധികളൊക്കെ നേരിട്ട് തരണം ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് വരുന്ന വിജയത്തിലൊക്കെ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ അല്ലെ. അതുപോലെ തന്നെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, കളിയാക്കുന്നവരും ഒക്കെ അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് ആ ഭാഗത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട. നമുക്ക് അറിയാം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേരിട്ടുള്ള വഴി നേരായ ഒരു സത്യസന്ധമായ ഒരു പ്രസ്ഥാനമാണെന്ന് നമുക്കറിയാം. നമ്മൾ അതിലൂടെ നമുക്ക് മാത്രം സഞ്ചരിക്കുക.
നമുക്ക് തീർച്ചയായിട്ടും വിജയം നമുക്ക് ഉണ്ടാവും. അപ്പോ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് നമുക്ക്, അതുപോലെ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ നിലനിൽക്കണം അല്ലെ. തുടക്കത്തിലൊക്കെ നമുക്ക് RCM-ലൂടെ വരുമാനം നമുക്ക് കുറവായിരിക്കും അല്ലെ. അപ്പോ അത് നമുക്ക് എന്താ പറയുക, നമ്മള് ഓരോ സ്റ്റേജ് കയറി വരുമ്പോഴാണ് നമുക്ക് വരുമാനം കൂടി വരുന്നത് അല്ലെ. അപ്പോ കൺസിസ്റ്റൻസി ആയിട്ട് നിർന്ന എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനൊക്കെ തരണം ചെയ്ത് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ RCM-ൽ നിലനിൽക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയം തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കും RCM-ലൂടെ. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്നവരുണ്ടാവും. അവരൊക്കെ നമുക്ക് ഇതിലേക്ക് RCM-ലേക്ക് കൊണ്ടുവന്ന് തീർച്ചയായും നമുക്ക് വിജയിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ എന്താണ്, നമുക്ക് ഈ RCM-ലൂടെ ഈ ട്രെയിനിങ്ങുകൾ ഞാൻ പറഞ്ഞു, ട്രെയിനിങ്ങുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ഇന്നലെ നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം ജിഷ മേഡം പറഞ്ഞു. കറുകുറ്റിയിൽ അസിസിയില് നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം BSc-കാർക്കും അതുപോലെ സ്റ്റാർ ആൻഡ് അബോവ് ലീഡേഴ്സിനും KS-കാർക്കൊക്കെ നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെ അവിടെ കിട്ടിയത് അല്ലെ. ആ ട്രെയിനിങ്ങിൽ വന്നിട്ടോ ഒരുപാട് PSc-കൾ നെഗറ്റീവായി നിന്ന ഒരുപാട് PSc-കാരൊക്കെ അവിടെ വന്നിട്ട് വളരെ ഒരു നല്ല തീരുമാനം എടുത്തിട്ടായിരിക്കും ഇന്നലെ അവിടെ നിന്ന് പോയത്. അത്ര നല്ലൊരു ട്രെയിനിങ് ആണ് ഇന്നലെ അവിടെ അവർക്ക് കിട്ടിയത് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്നവരെയും നമ്മൾ ഒരുപാട് ഇതുപോലെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓരോ ട്രെയിനിങ്ങുകൾ കൊണ്ടിരുത്താം. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തവരുണ്ടാവും അല്ലെ. നമ്മൾ അറിയണവര് നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ലീഡേഴ്സിന്റെ മുന്നിൽ കൊണ്ടിരുത്താം. ലീഡേഴ്സിന്റെ മുന്നിൽ കൊണ്ടിരുത്തുമ്പോ അവര് കഴിയുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും ചെയ്യും. ഓരോ ട്രെയിനിങ്ങുകൾ പോകുമ്പോഴും ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി ഇതിലൂടെ മുന്നോട്ട് വരാനായിട്ട് അവർ തയ്യാറാവും. അതേപോലെ തന്നെ വലിയൊരു പ്രോഗ്രാമാണ് നമുക്ക് വരാൻ പോകുന്നത് അല്ലെ, സോണൽ സെലിബ്രേഷൻ. നമ്മുടെ അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്. വളരെയധികം നമ്മൾ ആകാംക്ഷ റോഡ് അതിലൂടെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൂ അറ്റ്ലസ് അല്ലെ. അതിന്റെ ഉള്ളിൽ കയറാനായിട്ട് നമുക്ക് ഇതുവരെ ഭാഗ്യം ലഭിച്ചിട്ടില്ല. അപ്പൊ അതിനൊക്കെയുള്ള ഭാഗ്യമാണ് നമുക്ക് 25-ാം നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അതിന്റെ ഒരു തിമിർപ്പിലായിരിക്കും എല്ലാവരും. അപ്പോ വളരെയധികം എല്ലാവരെയും നമ്മള് അതിലേക്ക് പങ്കെടുക്കാനായിട്ട് എല്ലാവരെയും നമുക്ക് അതിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഇത്രയും അധികം ജനങ്ങളെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൂടെ വന്നവർക്ക് തന്നെ നല്ലൊരു വിശ്വാസമായിരിക്കും അല്ലെ. ഇത്രയും അധികം ജനങ്ങൾ ഈ RCM-ൽ ഉണ്ടോ എന്ന് തന്നെ ഒരു തോന്നും അല്ലെ. അപ്പോ നല്ലൊരു ഈ സോണൽ സെലിബ്രേഷൻ കഴിയുന്നതോടുകൂടി നല്ലൊരു വളർച്ച തന്നെ നമുക്ക് RCM പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാമുകൾക്കായാലും നമ്മൾ പോവാനായിട്ട് ആദ്യം തയ്യാറാവുക അല്ലെ. ആരുണ്ടോ കൂടെ, മറ്റുള്ളവരുണ്ടോ ഇല്ലെന്നല്ല അല്ല, ഇവര് വന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പോവാണ്ടിരിക്കും. പക്ഷെ അതല്ല, ആദ്യം നമ്മൾ പോവാനായിട്ട് തയ്യാറാവാം. നമ്മൾ പോവാനായിട്ട് തയ്യാറായാൽ മാത്രമേ നമ്മുടെ കൂടെ വരാനായിട്ട് ആൾക്കാരുണ്ടാവുള്ളൂ അല്ലെ. അതേപോലെ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കിത് മാറി കിട്ടിയെന്ന് പറഞ്ഞു. അതില് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. എനിക്കിവിടെ ഒരുപാട് പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതിൽ എനിക്ക് വുമൺ ടാബ് കഴിച്ചിട്ടാണ് എനിക്ക് ഒരു മാറ്റം കിട്ടിയത്. വുമൺ ടാബ് മാത്രമല്ല, കാരണം ഒരുപാട് ട്രീറ്റ്മെന്റിലൂടെയാണ് എനിക്ക് കുട്ടികൾ ഉണ്ടായത്. അപ്പൊ അതിലൂടെ തന്നെ കുറെ ഇംഗ്ലീഷ് മരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് നമുക്ക് ഡോക്ടർ രാജൻ സാറ് പറയാറുണ്ട്, നമ്മൾ കഴിക്കുന്ന ഈ ന്യൂട്രീഷൻ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട്, നമ്മൾ കഴിക്കുന്ന നമ്മുടെ പ്രായം, നമ്മുടെ കഴിച്ച ഇംഗ്ലീഷ് മരുന്നിന്റെ ഉപയോഗം, അതൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക എന്ന് പറയാറുണ്ടായിരുന്നു അല്ലെ. അപ്പോ എനിക്ക് വുമൺ ടാബ് ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് അത് റിസൾട്ട് കിട്ടിയില്ല. കാരണം ഒരുപാട് ടോക്സിൻസ് എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എനിക്ക് വുമൺ ടാബ് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടാത്തത് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെയാണ് നമുക്ക് ബയോജിനെ കുറിച്ച് മനസ്സിലാക്കിയത്. ബയോജിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ബയോജി കഴിച്ചു തുടങ്ങാന്ന് വിചാരിച്ചു. ബയോജി സ്റ്റാർട്ട് ചെയ്തു. ബയോജി കഴിച്ച് ഒരു മാസം കഴിച്ചപ്പോഴേക്കും എനിക്ക് റിസൾട്ട് കിട്ടി. എന്താ പറയാ, ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിരുന്നു അല്ലെ. ഡോക്ടർ രാജൻ സാർ പറഞ്ഞ പോലെ ആണ്ടിലും സംക്രാന്തിക്കും ഒക്കെ വന്നുകൊണ്ടിരുന്ന പീരീഡ്സ് എനിക്കിപ്പോ കറക്റ്റ് ആയി. നമ്മുടെ കീസോളിലെ സേഫ് അലോങ് എന്ന പാഡും ഉപയോഗിച്ചതിലൂടെ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രയധികം, ഒന്ന് ആലോചിച്ച് നോക്കാം, പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ 15 ദിവസമൊക്കെ നീണ്ടു നിൽക്കാറുന്നു. അത്രയൊരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചികിത്സകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും കിട്ടാത്ത ഒരു റിസൾട്ട് എനിക്ക് RCM എന്ന പ്രസ്ഥാനത്തിലൂടെ കിട്ടി. അപ്പോ അതൊക്കെ കിട്ടാനായിട്ട് ഇത്രയൊരു ഭാഗ്യം തന്നെ ചെയ്യണം അല്ലെ. നമുക്ക് ഈ RCM എന്ന പ്രസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും
RCM എന്ന ഇതിലൂടെ നമുക്ക് ആ സന്തോഷം അനുഭവിക്കാനൊക്കെ ഒരു ഭാഗ്യം വേണം അല്ലെ. ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെ RCM അല്ലെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്രയോ വ്യക്തികളോട് നമ്മൾ പറയുന്നു, അവരൊക്കെ ഇത് ചെവികൊള്ളുന്നുണ്ട്, അവർക്ക് സമയമായിട്ടില്ല. എല്ലാവരും വരും RCM അല്ലെ. പതുക്കെ പതുക്കെ എല്ലാവരും RCM പതുക്കെ പതുക്കെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ ഞാൻ എന്റെ ബന്ധുക്കളോടൊക്കെ പറയാറുണ്ടായിരുന്നു, ഉൽപ്പന്നങ്ങള് നല്ല ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്ന് പറയാറുണ്ട്. എന്തെങ്കിലും ചില നിസ്സാര സാധനങ്ങൾ വാങ്ങുന്നതല്ലാതെ കൂടാതെ അവര് ന്യൂട്രീഷനോ അങ്ങനത്തെ ഉൽപ്പന്നങ്ങളോ ഒന്നും അവർ ഉപയോഗിക്കാറില്ല. കാരണം അവർക്കൊന്ന് ആലോചിച്ചാൽ മതി, എനിക്ക് കിട്ടിയ റിസൾട്ട്, എനിക്ക് എന്റെ മക്കൾക്ക് കിട്ടിയ റിസൾട്ട് ഒന്ന് അവർക്ക് നോക്കിയാൽ മതി. പക്ഷെ അവര് മറ്റുള്ളവർ പറയണത് അല്ലെ, പുറമേ ഉള്ളവർ പറയണ്ടാണ് അവർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മ പറയേണ്ട അവർ വിശ്വസിക്കില്ല. അപ്പൊ ഇത്രയും അനുഭവങ്ങളൊക്കെ അവർക്ക് വിശ്വസിക്കാണ്ടിരുന്നിട്ട് അവർ എന്തെങ്കിലും RCM തിരിച്ചു വരും. ഒരുപാട് അസുഖങ്ങളുണ്ട് അവർക്ക്. പക്ഷെ അതൊന്നും ഞാൻ പറയാറുണ്ട്, ഇത് ഉപയോഗിച്ച് നോക്കുക, നിങ്ങളത് മാറി കിട്ടും. അപ്പൊ അവർ ചെവി കൊള്ളില്ല. കാരണം എന്താ, ഞാൻ നിശ്ചയല്ലേ പറയണേ. നിശ പറയുന്ന അത്ര നമ്മൾക്കൊരു വില അവർ കൽപ്പിച്ചിട്ടുള്ളൂ അല്ലെ. പക്ഷെ എന്തെങ്കിലും അവരത് തിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരും. ഇത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാണ്ട് എവിടെ പോകുന്നില്ല, തിരിച്ച് ഇവിടേക്ക് തന്നെ വരുമെന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. RCM വിജയിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മൾ കളിയാക്കുന്നവരുടെയും കുറ്റപ്പെടുത്തുന്നവരുടെ മുന്നിൽ നമുക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കണം. അത് തന്നെയാണ് ഇപ്പൊ എന്റെ ഒരു എന്താ പറയോ, RCM മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം ഉറച്ച തീരുമാനത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിലൂടെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളില്ലേ, എനിക്ക് ഒരു സ്വപ്നങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ഞാൻ. വീട്ടില് വെറിഞ്ഞ് അടങ്ങിയിരിക്കുന്ന ആൾക്ക് എന്ത് സ്വപ്നം അല്ലെ, ഒരു സ്വപ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്വപ്നങ്ങൾ RCM എന്ന പ്രസ്ഥാനത്തിലൂടെ വന്നതിന് ശേഷം തന്നെയാണ് സ്വപ്നം കാണാൻ തന്നെ തുടങ്ങിയത് അല്ലെ. ലീഡേഴ്സ് പറയാറുണ്ട്, നമ്മൾ സ്വപ്നങ്ങൾ എഴുതി വെക്കണം, എഴുതി വെച്ചാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷെ എനിക്ക് ഒരു സ്വപ്നവും ഇല്ലാതെ വ്യക്തി RCM വന്നതിന് ശേഷം ഒരു 2 വീലർ പോലും ഓടിക്കാൻ എനിക്ക് അറിയണ്ടായിരുന്നില്ല. RCM വന്നതിന് ശേഷമാണ്. എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നോട് പഠിക്കാൻ പോകാനൊക്കെ പറയുമ്പോൾ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല പോകാനായിട്ട്. അപ്പൊ RCM വന്നതിന് ശേഷമാണ് എനിക്ക് ലൈസൻസ് എടുക്കാൻ സാധിച്ചതും അതുപോലെ തന്നെ ഒരു 2 വീലർ സ്വന്തമാക്കാനായിട്ടും RCM എന്ന പ്രസ്ഥാനത്തിലൂടെ വന്നതിന് ശേഷമാണ് എനിക്ക് സാധിച്ചത്. അത് ഞാൻ വളരെയധികം അഭിമാനിക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ സ്വപ്നങ്ങൾ, ഒരു ചെറിയ സ്വപ്നമാണ് എന്റെ നേടാനായിട്ട് എനിക്ക് സാധിച്ചത് അല്ലെ. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഗിരീഷ് സാറാണ് അല്ലെ, സ്വപ്നങ്ങളുടെ രാജകുമാരൻ. അപ്പൊ ഓരോ സാറിന്റെ ഒക്കെ സ്വപ്നങ്ങള് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം, എന്നാലാണ് നമുക്ക് ചെറിയ സ്വപ്നങ്ങളിലെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ അല്ലെ. വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ എഴുതി വെക്കണം അല്ലെ. അങ്ങനെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ നമ്മൾ ഓരോന്ന് നേടിയെടുക്കാനായിട്ട് നമുക്ക് ഈ RCM എന്ന പ്രസ്ഥാനത്തിലൂടെ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. വേറെ ഒരു പ്രസ്ഥാനത്തിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഇങ്ങനെ ബിസിനസ് ചെയ്യുമെന്നോ ഒന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം തന്നെയാണ് എന്നെ ഇതിൽ പിടിച്ചു നിർത്തിയത്. അല്ലാതെ ഒരു വ്യക്തികളോടും മിണ്ടാത്തവർ ഞാൻ എങ്ങനെയാണ് ഇതിൽ RCM ഇങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കാനും സെയിലിന് പോകാനും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് പറ്റണേന്ന് എനിക്ക് തന്നെ ഞാൻ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം തന്നെയാണ്. അപ്പോ സെയിലിന് പോകുമ്പോ ഞാൻ ഒരു സെയിലിന് ഞാൻ പറഞ്ഞിരുന്നു ചേട്ടനെ പോയിരുന്നെന്ന് പറഞ്ഞു. അന്നും ഞാൻ പോയിരുന്നില്ല. സുരാജ് സാർ എപ്പോഴും പറയാറുണ്ടായിരുന്നു, നമ്മുടെ കംഫർട്ട് സോൺ വിടാനായിട്ട് അല്ലെ. കംഫർട്ട് സോൺ വിട്ടാൽ മാത്രമേ നമുക്ക് RCM വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. കംഫർട്ട് സോണിൽ ഇരുന്ന ഒരു വ്യക്തിക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ ഞാൻ സെയിലിന് പോകാനായിട്ട് എനിക്ക് വളരെയധികം മടിയുണ്ടായിരുന്നു. അപ്പോൾ സെയിലിനൊക്കെ ഞാൻ പോയിരുന്നത് ഗീതാ മാഡത്തിന്റെ കൂടെ ആയിരുന്നു. ഗ്രേറ്റ് ലീഡറാണ്. ഗീതാ മാഡത്തിന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് സെയിലിന് പോയത്. അങ്ങനെ സെയിലിന് പോയി മറ്റുള്ളവർ ഇപ്പൊ നെഗറ്റീവ്സ്, സെയിലിനൊക്കെ പോകുമ്പോൾ നെഗറ്റീവ്സ്, ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കൂല നമുക്ക്. ഒരുപാട് വാതിലടയ്ക്കുന്നവർ, കുട്ടിയടയ്ക്കുന്നവരുണ്ടാവാം. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഒരുപാട് നെഗറ്റീവ്സ് നമുക്ക് കേട്ടിട്ടുണ്ട് സെയിലിനൊക്കെ പോയപ്പോ. അപ്പോ എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് അന്ന് പഠിപ്പോ ഗീതാ മാഡത്തിന്റെ കൂടെ പോയി ഞാൻ സെയിൽ ചെയ്യാനായിട്ട് പഠിച്ചു. അപ്പൊ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പോകും സെയിലിന്. മറ്റുള്ളവര് ലീഡേഴ്സ് പറയും ഒറ്റയ്ക്ക് പോണം, ഒറ്റയ്ക്ക് പോയി പഠിക്കുക, ഒറ്റയ്ക്ക് പോയി പഠിച്ചാലാണ് നമുക്കൊരു കോൺഫിഡൻസ് നമുക്ക് കൂടുള്ളൂ അല്ലെ. അപ്പൊ ഒറ്റയ്ക്ക് പോകുമ്പോ ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ നോ കേൾക്കാം അല്ലെ. നമ്മൾ എത്രയോ നോ കേൾക്കണോ അത്രയോ അധികം നമുക്ക് ഇതില് നോ കേട്ടാണ് നമ്മൾ ഇതിൽ RCM വിജയിക്കുന്നത് ശരിക്കും അല്ലെ. നമുക്ക് ധൈര്യം കൂടാനായിട്ട് അല്ലെ. ഒരുപാട് നോകൾ നമുക്ക് കേൾക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു പറയും അല്ലെ. തുടക്കത്തിൽ നമ്മൾ ഒരുപാട് നോ കേൾക്കും. പക്ഷെ നമുക്ക് ഇപ്പൊ ഞാൻ നോ കേട്ടാലും ഞാൻ തിരിച്ചു പോരാറില്ല. അല്ലെങ്കിൽ 2 നോ കേൾക്കുമ്പോഴേക്കും ഞാൻ എന്റെ വീട്ടിലേക്ക് പോരാറ് പതിവ്. പക്ഷെ ഇപ്പൊ ഞാൻ പോരില്ല വീട്ടില്. എനിക്കറിയാം എവിടെയെങ്കിലും നമ്മുടെ കാലത്ത് ആരെങ്കിലും ഉണ്ടാവും അല്ലെ.
ആരെങ്കിലും നമ്മുടെ ഈ പ്രൊഡക്റ്റിന് വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്തേക്ക് അവർക്ക് ഈ ഉൽപ്പന്നങ്ങൾ കിട്ടണം അല്ലെ, അവർക്ക് ഈ ഉൽപ്പന്നങ്ങൾ അവരിലേക്ക് എത്തണം. അപ്പൊ ഞാൻ പോവും, എല്ലാവിടെയും ഞാൻ കയറും. വലിയ വീടുകളിലൊന്നും എനിക്ക് ആദ്യം കയറാനായിട്ട് മടിയായിരുന്നു. ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഏത് വീട്ടിലായാലും ആരോടായാലും RCM ചെന്ന് പറയാനായിട്ട് എനിക്ക് വളരെയധികം ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോ വളരെയധികം മാറ്റങ്ങളാണ് ഓരോ ലേഡീസിനും നമുക്ക് അല്ലെ വന്നിരിക്കുന്നത് RCM എന്ന പ്രസ്ഥാനത്തിലൂടെ വന്നതിന് ശേഷമാണ് അല്ലെ. ഈ കീസോൾ എന്ന ഒരു സെഗ്മെന്റ് വന്നതോടുകൂടിയും വളരെയധികം മാറ്റങ്ങൾ അല്ലെ. സ്വന്തം കാര്യം നിൽക്കാനായിട്ട് അല്ലെ, എനിക്ക് എന്തിനും ഏതിനും ഹസ്ബൻഡിനോട് നമുക്ക് ഒരു വരുമാനം എന്തെങ്കിലും നമ്മുടെ ചെറിയ ആവശ്യത്തിനായി നമുക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ എനിക്ക് എന്റേതായ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് ഈ RCM വന്നതിന് ശേഷമാണ്. അല്ലെങ്കിലോ എനിക്ക് സാധിക്കില്ല അല്ലെ. എന്റെ കഴിവുകൾ, എന്റെ ഉള്ളിലുള്ള കഴിവുകൾ എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അതൊക്കെ നമുക്ക് ഇത്രയും നല്ല ഒരു പ്രസ്ഥാനത്തിൽ കിട്ടിയതിനു ശേഷമാണ് എനിക്ക് സാധിച്ചത്. വളരെയധികം നന്ദിയാണ് TCGയോട്, അതുപോലെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനോടും നമ്മുടെ അറിവുകളൊക്കെ പറഞ്ഞ ഗ്രേറ്റ് ലീഡേഴ്സിനോടും ഉള്ളത് അല്ലെ. നമ്മുടെ സുരാഗ് സാറൊക്കെ ഒരുപാട് നമുക്ക് ഓരോ പ്രതിസന്ധികൾ ഘട്ടങ്ങളിലും സുരാഗ് സാറൊക്കെ വളരെയധികം നമുക്ക് മോട്ടിവേഷനും തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്. ഓരോ വാക്കുകള് നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിച്ച് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇതിൽ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ പൊസിഷനും നമുക്ക് ഓരോ പൊസിഷൻ കയറുമ്പോഴും നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ഓപ്പണർ എന്ന പൊസിഷൻ ഷൈനി മാഡത്തിന്റെ പ്രോഗ്രാം കേട്ടതിന് ശേഷം ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ മാസം തന്നെ ഓപ്പണർ ആവുന്നു. സാറിനോട് ഞാൻ പറഞ്ഞു ചെയ്തു. പക്ഷെ അന്നും എനിക്ക് ഇതുപോലെ തന്നെ മാസാവസാനം അന്ന് ഡിസ്പ്ലേ വാൾ ഉണ്ടായിരുന്നില്ല ഷോപ്പിൽ, ബില്ലടിക്കണം. അപ്പൊ അവിടെ പറഞ്ഞ് ബില്ലടിക്കാനായിട്ട് അതുപോലെ കുറെ ജോയിനിങ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാനായിട്ട് മാസാവസാനം ഞാൻ വെച്ചുകൊണ്ടിരുന്നപ്പോ മാസാവസാനം അന്ന് നെറ്റ് പ്രോബ്ലം കാരണം ഇവിടെ മേലൂര് നെറ്റിന്റെ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ നെറ്റ് കിട്ടണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് സുരാഗ് സാർ അന്ന് വിളിച്ചത്. എന്തായി എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ബില്ലടിക്കുന്ന ഓപ്പണർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഇതേപോലെയാണ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു. അത് അപ്പോ സാറ് നന്ദൻ സാറിനെ വീട്ടിലേക്ക് വിട്ടു. സാറ് അത് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് ശരിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് അത് ആക്കി. അത് കഴിഞ്ഞപ്പോ ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് പോയി. അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നിട്ടാണ് ഞാൻ ജോയിൻ ചെയ്ത് അതുപോലെ ബില്ലടിക്കാനുള്ളത് ബില്ലടിച്ച് എനിക്ക് ഓപ്പണർ ആയത് അല്ലെ. ഓരോ പൊസിഷൻ എത്തുമ്പോഴേക്കും കയറുമ്പോഴേക്കും നമുക്ക് പ്രതിസന്ധികൾ കൂടും അല്ലെ. അപ്പൊ നമ്മൾ ഓരോന്ന് ആഗ്രഹിച്ചാണെങ്കിൽ നമുക്ക് അത് നടക്കും എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണ് അല്ലെ. നമുക്ക് ഇന്ന പൊസിഷൻ നമുക്ക് ഈ മാസം എത്താനായിട്ട് നമുക്ക് എനിക്ക് കഴിയും എന്ന് നമ്മൾ തുടക്കത്തില് നമ്മൾ അതെനിക്ക് കഴിയില്ല കേട്ടാ, അതെനിക്ക് കഴിയില്ല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിയേയില്ല അല്ലെ. നമ്മള് മനസ്സിൽ നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് നടക്കുള്ളൂ. അത് പ്രകൃതി പോലും നമുക്ക് അത് അനുകൂലമായിട്ട് നമുക്ക് തരും അത് അല്ലെ. അനുകൂല അവസ്ഥ നമുക്ക് തരും. കാരണം അതില് വിജയിക്കണം എന്നൊരു ഉറച്ച തീരുമാനം, അച്ചീവ് ചെയ്യണം എന്നൊരു ഉറച്ച തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു അവസരവും നമുക്കത് പ്രകൃതി ഒരുക്കി തരും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ ട്രെയിനിങ്ങുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. നേരത്തെ പറഞ്ഞിരുന്നു ട്രെയിനിങ്ങുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കണമെന്ന്. ട്രെയിനിങ്ങുകൾ തന്നെയാണ് എനിക്ക് സ്റ്റാർ വരെ എത്താനായിട്ട് സാധിച്ചത് അല്ലെ. ഓരോ ഒരുപാട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ഒരുപാട് വ്യക്തികളെ കൊണ്ടിരുത്തി അങ്ങനെയാണ് നമുക്ക് ഒരു സ്റ്റാർ എന്ന പൊസിഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോ വളരെയധികം ട്രെയിനിങ്ങുകൾ, എത്രയോ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണോ അത്രയധികം നമ്മൾ വിജയിക്കാനായിട്ട് നമ്മൾ സാധിക്കും. എത്രയും പെട്ടെന്ന് വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ വിജയിക്കാനായിട്ട് കുറച്ച് പോയിന്റ്സുകൾ അല്ലെ, നമ്മുടെ BC ചാബ്ര പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. നമ്മൾ ജീവിതത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. നമുക്ക് RCM വിജയിക്കണമെങ്കിൽ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. സ്വപ്നങ്ങൾ ഇല്ലാത്ത വ്യക്തിക്ക് നമുക്ക് ഇതിൽ വിജയിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. സ്വപ്നങ്ങൾ നമ്മൾ ഉണ്ടായാൽ പോരാ, അതിനൊരു വ്യക്തത ഉണ്ടായിരിക്കണം അല്ലെ. നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. കാരണം അത് എഴുതി വെക്കണം. നമ്മുടെ മനസ്സിലുണ്ടായ പോരാ, എഴുതി വെക്കണം. ഒരു ബുക്ക് എടുത്ത് നമ്മൾ എഴുതി വെക്കണം നമ്മുടെ സ്വപ്നങ്ങള്. അത് ഇപ്പൊ ഒരു കാറ് വാങ്ങാനാണെന്നുണ്ട്, എനിക്ക് കാർ RCM കാറ് വാങ്ങണം എന്ന് പറഞ്ഞ എഴുതല്ല. അത് ഇന്ന കാറ്, അത് ഇന്ന കളറ്, ഇന്ന ദിവസം ഞാൻ അത് വാങ്ങിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തതയോടുകൂടി നമ്മളത് ബുക്കിൽ എഴുതി വെക്കണം. എന്നാൽ മാത്രമേ നമുക്കത് നേടാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോ സ്വപ്നങ്ങളില്ലെങ്കിൽ നമുക്കിതില് വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അടുത്തത് ഒരു പോയിന്റ് ആണ്, നമ്മുടെ കഴിവുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം.
കഴിവുകൾ നമ്മൾ വർദ്ധിപ്പിച്ചാൽ നമുക്ക് നമുക്ക് RCMലൂടെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അല്ലെ, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിവും കഴിവും കൂട്ടാനായിട്ട് സാധിക്കുള്ളൂ. എന്നാലാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകണം അല്ലെ. ഒരു സ്റ്റെപ്പ് കയറണമെങ്കിലും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. ഇപ്പോൾ നമുക്ക് മൊബൈലൊക്കെ ഒരു അപ്ഡേഷൻ വരില്ല, അതേപോലെ നമ്മളെയും അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിലൂടെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ, ഒരു സ്റ്റെപ്പുകൾ കയറാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അവനവന്റെ കഴിവ് മാത്രമല്ല അല്ലെ, നമുക്ക് കിട്ടിയ കഴിവ് എന്താ, നമുക്ക് ടീമിന് പകർന്നു കൊടുക്കുകയും ചെയ്യണം അല്ലെ. ടീം ഇല്ലെങ്കിൽ നമുക്കത് വിജയിക്കാൻ സാധിക്കില്ല അല്ലെ. നമ്മുടെ ആ കഴിവ് നമ്മുടെ ടീമിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. അടുത്തതാണ് അവനവന്റെ പോരായ്മ മനസ്സിലാക്കി തിരുത്തുക. അവനവന്റെ പോരായ്മ, പലർക്കും പല പോരായ്മകളുള്ളവരായിരിക്കും, എല്ലാവരും എല്ലാം തികഞ്ഞവരായിരിക്കില്ല. ആ പോരായ്മ എന്താണോ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മളത് നമ്മുടെ പോരായ്മ എന്താന്ന് മനസ്സിലാക്കി അത് തിരുത്തി കഴിഞ്ഞ് മുന്നോട്ട് പോവാനായിട്ട് തയ്യാറാവണം നമ്മൾ. അതുപോലെ മറ്റൊരു പോയിന്റ് ആണ്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ നമുക്കത് വിജയിക്കാനായിട്ട് സാധിക്കില്ല. ഇത് വളരെ കറക്റ്റ് ആണ് അല്ലെ. എപ്പോഴും ഒരാളെ മറ്റുള്ളവരുടെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ, ഇപ്പൊ നമുക്കായാലും മറ്റുള്ളവർ എപ്പോഴും, ഇപ്പൊ എനിക്ക് RCMൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് അല്ലെ, നെഗറ്റീവ്സ് കേൾക്കുന്നവരുടെ അടുത്ത് പോകാൻ തന്നെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ എപ്പോഴും എന്താ പോസിറ്റീവ് ചിന്താഗതിക്കാരൻ RCMൽ ഉള്ളവര് അല്ലെ. അപ്പൊ നെഗറ്റീവ്സ് പറയാൻ നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലീഡറിന്, ഇപ്പൊ ഓരോരുത്തരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റുള്ള ലീഡർമാരുടെ കുറ്റം ഡൗൺലൈനോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ലീഡറുടെ കൂടെ നിൽക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലെ. അപ്പൊ എപ്പോഴും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുപോലെ വിശ്വാസമില്ലായ്മ, അടുത്ത പോയിന്റ് ആണ്, വിശ്വാസമില്ലായ്മ നിങ്ങളുടെ വിജയത്തെ തകർക്കും അല്ലെ. നമുക്ക് എന്തിനോട് വിശ്വാസം വേണം, നമുക്ക് RCMൽ എന്താ, നമ്മുടെ പ്രൊഡക്റ്റിനെ വിശ്വസിക്കണം, നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ വിശ്വസിക്കണം, ഡൗൺലൈനെ വിശ്വസിക്കണം, സിസ്റ്റത്തെ വിശ്വസിക്കണം, എല്ലാത്തിനോടും നമുക്കൊരു വിശ്വാസം വേണം അല്ലെ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. നമ്മൾ വിശ്വസിക്കാനായിട്ട് നമ്മൾ പഠിക്കണം അല്ലെ. എവിടെ വിശ്വാസം തകരുന്നോ അവിടെ തകർച്ച തുടങ്ങുമെന്ന് പറയണേ അല്ലെ. അപ്പൊ നന്നായിട്ട് വിശ്വസിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. വിശ്വാസം നിലനിർത്തുന്നത് വളരെ ഒരു വിജയിക്കാനായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അടുത്താണ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന സ്വഭാവം അല്ലെ. എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന സ്വഭാവം മാറ്റിക്കൊണ്ട് അത് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു പ്രോഗ്രാമിലോ എന്തെങ്കിലും പറയുക, ഓരോ പ്രോഗ്രാമിലും പല കാര്യങ്ങളുണ്ടാവും അല്ലെ. അതൊക്കെ മുന്നേ കൂട്ടി നമ്മൾ ലീഡേഴ്സ് പറയുന്നതിന് മുന്നേ കൂട്ടി തന്നെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞ് നമ്മളത് ചെയ്യാൻ തയ്യാറായാലോ, നമ്മള് കൂടെ വന്നവരും നമ്മൾ അത് തന്നെ ചെയ്യും അല്ലെ. നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടാണ് മറ്റുള്ളവർ നമ്മുടെ കൂടെ വന്നവർ ചെയ്യുന്നത്. അപ്പൊ നമ്മള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത്, അല്ലാണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാതെ. RCMൽ വന്ന് വിജയിക്കണമെങ്കിലോ നമ്മൾ ഓരോ കാര്യങ്ങളല്ലേ, ഓരോ ഇത് ചെയ്യുന്ന ഏറ്റെടുത്ത് നമ്മൾ ചെയ്യണം. അത് ചെയ്തില്ല, ഇപ്പൊ ഹോം മീറ്റിംഗ് നടത്താൻ പറഞ്ഞു, അത് നമുക്ക് ചെയ്യാനായിട്ട് തയ്യാറായില്ല അല്ലെ. തയ്യാറായില്ല എന്ത് പറയോ, നമുക്കതിൽ നമ്മുടെ കൂടെ വന്നവരും അതേപോലെ തന്നെ നമ്മൾ തയ്യാറാവില്ല അല്ലെ. നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ കൂടെ വന്നവര് ചെയ്യുന്നത്. അപ്പോ എന്തെങ്കിലും കാട്ടിക്കൂട്ടാതെ അത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുള്ളൂ അല്ലെ. എക്സ്ട്രാ എഫേർട്ട് ഇടണം, എപ്പോഴും പറയാം അല്ലെ, ലീഡേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് എക്സ്ട്രാ എഫേർട്ട് ഇടണം അല്ലെ. ഒരുപാട് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ നമ്മുടെ ഈ പൊസിഷനിലൊക്കെ എത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ എക്സ്ട്രാ എഫേർട്ട് ഇട്ടാൽ മാത്രം നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഇതിൽ കിട്ടുകയുള്ളൂ അല്ലെ. ഒന്നും ചെയ്യാതെ വല്ലതും നമുക്ക് കിട്ടോ, ഒന്നും ചെയ്യാതെ എനിക്കത് കിട്ടണം ഇത് കിട്ടണം എന്ന് പറഞ്ഞ കാര്യമില്ല. എല്ലാം കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു എഫേർട്ട് നമ്മൾ ഇടണം, എന്നാലേ നമുക്ക് അതിന് എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ എനിക്കും അത് ചെയ്യാനായിട്ട് സാധിക്കില്ല, നമ്മള് ടീമിന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കില്ല അല്ലെ. എനിക്കത് നമ്മുടെ ടീം അംഗങ്ങളോട് നമ്മൾ പറഞ്ഞാണെങ്കിൽ എന്താ പറയണ്ടേ, എനിക്കത് ചെയ്യാനായിട്ട് കഴിയുകയാണെങ്കിൽ നിനക്കും അത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ ടീമിനോട് പറഞ്ഞു കൊടുക്കണം അല്ലെ. അല്ലാതെ എനിക്കത് ചെയ്യാനായിട്ട്, ഇപ്പൊ ഹോം മീറ്റിംഗ് എടുക്കാനായിട്ട് എനിക്കത് കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് മൈക്ക് പിടിച്ച് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല, അങ്ങനെ നമ്മൾ പറയരുത് അല്ലെ. നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മുടെ ടീമും അതേപോലെ തന്നെയാവും, നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് അവരും ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മള് എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, എന്നേലും കഴിവുള്ളതാണ് നിങ്ങള്, അപ്പൊ നിങ്ങൾക്കും അത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് അവരോട് പറയണം.
അപ്പോ ഇത്രയും കാര്യങ്ങളാണ് BC ചാപ്പർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോ നമ്മൾ എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മള് എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് മനസ്സിലാക്കി പ്രവർത്തിച്ച് നമ്മളെ ആക്ഷൻ കൊണ്ടുവന്നല്ലേ, നമ്മള് അറിവും കഴിവും മാത്രമല്ല അത് ആക്ഷനിലേക്കും കൊണ്ടുവരണം അല്ലെ. ആക്ഷൻ കൂടി ഉണ്ടായാലും നമുക്ക് ഇത് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഒരുപാട് അറിവുകളും കഴിവുകളും കിട്ടാൻ നമ്മൾ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കളിയാക്കുന്നവരുടെയും കുറ്റപ്പെടുത്തുന്നവരുടെയും മുന്നിലൊക്കെ നമുക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പ്രസ്ഥാനത്തിലൂടെ സാധിക്കണം. അപ്പൊ ഒരുപാട് ഒരുപാട് അല്ലെ RCM അറിയാത്ത ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെ. നമുക്ക് അവരുടെ അടുത്ത് ചെന്ന് RCMന്റെ അവസരങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെ. ഇപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് മല്ലിയും മുളകും പൂങ്ങുള്ള വിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, സാധാരണ ഒരു പലചരക്കട പോലെയാണ് ആൾക്കാർക്ക് തോന്നല്. പക്ഷെ ഇതിലുള്ള അവസരത്തെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ആ അവസരത്തെ നമുക്ക് മനസ്സിലാക്കി അവരോട് ചെന്നിരുന്ന് ഇതിനെ കുറിച്ച് എഴുതി കാണിച്ച് അവരുടെ കിട്ടുന്ന വരുമാനത്തെ കുറിച്ച്, വരുമാനം വേണ്ടാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറായാല് നമ്മുടെ കൂടെ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോ അവരെ ഇതേപോലെ തന്നെ ഉയർത്തി നമ്മളോടൊപ്പം തന്നെ ഓരോ ട്രെയിനിങ്ങിലും പങ്കെടുത്ത് ഓരോ പ്രോഗ്രാമിൽ കൊണ്ടിരുത്തി അവരെയും നല്ല അവരെയും വളർത്തി കഴിഞ്ഞ് നമുക്കും വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ പ്രസ്ഥാനത്തിലൂടെ. അപ്പൊ ഒരുപാട് നന്മകളുള്ള ഈ പ്രസ്ഥാനമാണ് RCM എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഈ നന്മ, നമുക്ക് മാത്രം നമ്മളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, മറ്റുള്ളവരിലേക്കും ഈ നന്മകൾ എത്തിക്കണം നമ്മൾ അല്ലെ. മറ്റുള്ളവരിലേക്കും നന്മകൾ എത്തിച്ച് നമുക്ക് എന്താ നവഭാരത നിർമ്മാണം അല്ലെ, നമ്മുടെ കമ്മ്യൂണിന്റെ ലക്ഷ്യം നവഭാരത നിർമ്മാണം, ഒരു പുതിയ ഭാരതത്തിൽ നമുക്ക് അല്ലെ സ്വയം പര്യാപ്തത, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസരവും കൂടിയിട്ടാണ് നമുക്ക് കമ്പനി നൽകുന്നത്. അതുപോലെ സ്ത്രീ ശാക്തീകരണം ഒരുപാട് എത്രയോ ലേഡീസാണ് അല്ലെ, ഒരുപാട് ലേഡീസുകൾ തന്നെയാണ് നമ്മുടെ RCM പ്രസ്ഥാനത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് അല്ലെ. ഒരുപാട് പേർക്ക് നല്ല ഒരു അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വേദി അവർക്ക് കിട്ടിയത് ഈ RCMലൂടെയാണ്. അപ്പൊ അവർക്കൊക്കെ ഇതിൽ വിജയിക്കാനായിട്ട് ഏതൊരു സാധാരണക്കാരനും, വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും അതുപോലെ തന്നെ പണക്കാരനും പാവങ്ങൾക്ക് ആർക്കായാലും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് RCM. അപ്പൊ ഇതിലൂടെ നമ്മൾ ഉറച്ചു നിൽക്കുക, കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ നിലനിൽക്കുക, അത് മാത്രമാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. നമ്മൾ നിലനിന്നാൽ നമ്മുടെ വിജയം നമ്മുടെ പിന്നാലെ തന്നെ നമ്മൾ വരും. നമ്മൾ ഒത്തൊരുമിച്ച് നമുക്ക് പരിശ്രമിക്കാം. ഈ RCM എന്ന നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമയോടെ നമുക്ക് പരിശ്രമിച്ച് എല്ലാവർക്കും നമ്മൾ ഒരു പുതിയ ഭാരതം തന്നെ നമുക്ക് നവഭാരതം തന്നെ നമുക്ക് നേടിയെടുക്കാനായിട്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് സാധിക്കും. എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന്, എല്ലാവർക്കും ആരോഗ്യവും സമ്പത്തും എന്ന RCMലൂടെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്താണ്. അപ്പോ ഇതുപോലെ എനിക്ക് ഇവിടെ അവസരം തന്ന എന്റെ ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. അപ്പോ താങ്ക് യു. ജയ് RCM, ഗുഡ് RCM.